Hello, this is Malayalam Tutorials. Malayalam Tutorialsന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ സ്ട്രിങ്ങുകളെക്കുറിച്ചും ലിസ്റ്റുകളെക്കുറിച്ചും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുകയാണ്. അതേപോലെ ചില ഫംഗ്ഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ നമ്മളൊരു പേര് കൊടുക്കുന്നു. അതിൽ നമുക്കിഷ്ടമുള്ള എലമെൻറ്റുകളെ നമ്മൾ ആഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ 3 എലമെൻറ്റുകളുള്ള ഒരു ലിസ്റ്റ് ആഡ് ചെയ്തു. ഈ ലിസ്റ്റിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ വലിപ്പം എത്രയാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? LEN എന്നിട്ട് നമ്മൾ ലിസ്റ്റിൻ്റെ പേര് കൊടുക്കുക. പാരന്തസിസിനകത്ത് LEN മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലെങ്ത്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. കാരണം ആ ലിസ്റ്റിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം 3ആണ്. ഓക്കെ, അപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ, ഒരു സ്ട്രിങ്ങിൻ്റെ ഒക്കെ ലെങ്ത്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ലെങ്ത് എന്ന് പറയുന്ന ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു സ്ട്രിങ്ങിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ രൂപത്തിലൊരു സ്ട്രിങ് ആണ് അതിനുള്ളിൽ ആഡ് ചെയ്തതെങ്കിൽ ഒരു 6 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് തന്നു അല്ലേ. 6 അക്ഷരങ്ങൾ അതിനുണ്ട് എന്നുള്ളതാണ് ലെൻ ഫംഗ്ഷൻ നമുക്ക് തരുന്ന റിസൾട്ട്. ഓക്കെ, ഇനി മറ്റൊരു ഫംഗ്ഷനാണ് മാക്സ്. അപ്പോൾ ഞാൻ 5, 15, 25 എന്ന് ഞാൻ അടിച്ചു. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ 25 ആണ്. അഥവാ ആ കൊടുത്ത സെറ്റിലെ ഏറ്റവും വലിയ ഇൻറ്റിജർ എന്താണോ അതാണ് നമുക്ക് തന്നത്. ഓക്കെ, 25. ഇനി നേരെ തിരിച്ചുകൊണ്ട്, അഥവാ മിനിമം 5, 15, 25, അതിൽ 5 എന്നുള്ളതായിരിക്കും അതിൻ്റെ റിസൾട്ട്. കാരണം ഏറ്റവും ചെറുതാണത്, സ്വാഭാവികമായിട്ടും നമുക്ക് പിക്ക് ചെയ്ത് തരുന്നത്. ഇനി മാക്സ് എന്നുള്ളത് നമ്പേഴ്സിൻ്റെ കൂടെ മാത്രമൊന്നുമല്ല, നമുക്ക് വേറെയും സ്ട്രിങ്ങുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ മാക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട് എന്നുള്ളതാണ് നമുക്ക് തരുക. അഥവാ ഏറ്റവും വലിയ സ്ട്രിങ് ഏതാണോ ആ സ്ട്രിങ്ങാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുക. അതേപോലെ തന്നെ മിനിമം എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇനി നമുക്കൊരു സ്ട്രിങ്ങിനെ എങ്ങനെ ലിസ്റ്റ് ആക്കാം, അതിന് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡുണ്ട്. ലിസ്റ്റ് എന്നുള്ളതിനാണ് ആ മെത്തേഡ്. ലിസ്റ്റ് പാരന്തസിസ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അതിനുള്ളിൽ ടൈപ്പ് ചെയ്തു. ഈ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ലിസ്റ്റ് ആക്കുക എന്നുള്ളതാണ് ലിസ്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ലിസ്റ്റാണ്. അതിൽ സ്ട്രിങ്ങിലുള്ള ഓരോ ലെറ്ററുകളും ഓരോ എലമെൻറ്റുകളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ ലിസ്റ്റാക്കി മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയാണ് ലിസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുമ്പേ പഠിച്ചൊരു സംഗതിയാണ് ഒരു ലിസ്റ്റിൽ നിന്നും ഒരു എലമെൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ പുറത്തെടുക്കുക എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലിസ്റ്റ് എ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ 2 എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇൻഡെക്സിലുള്ള മെമ്പറെ നമുക്ക് പുറത്ത് തരും അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രിങ്ങും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ ദിസ് ഈസ് എ സെൻറ്റൻസ് എന്ന് ഞാൻ ഒരു സ്ട്രിങ് ഡിഫൈൻ ചെയ്തു. ആ സ്ട്രിങ്ങിൽ നമ്മൾ അതിൽ നിന്ന് എനിക്ക് ഒരാളെ പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ടാഗ്, നേരത്തെ നമ്മൾ മുകളിൽ എങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് അതേപോലെ ടാഗ് 3 എന്നടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിങ്ങിലെ 3ാമത്തെ ഇൻഡെക്സിലുള്ള ലെറ്ററിനെ പുറത്തേക്ക് എടുത്തിടും. ഇനി ഒരൊറ്റ എലമെൻ്റ് അല്ല എനിക്ക് വേണ്ടത്, ഒന്നിലധികം എലമെൻറ്റുകളെ എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അതിൽ നിന്ന് സ്ലൈസ് ചെയ്തെടുക്കണം, കട്ട് ചെയ്തെടുക്കണം, ഒരു പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 3ാമത്തെ ഇൻഡെക്സ് മുതൽ 6ാമത്തെ ഇൻഡെക്സ് വരെയുള്ള ഭാഗങ്ങൾ എനിക്ക് വേണമെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക എങ്ങനെയാണ്? ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 3:6 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ SI എന്ന് വരുന്നത് കണ്ടു അല്ലേ. SI അതെന്താണ്? 3ാമത്തെ ഇൻഡെക്സ്, 4ാമത്തെ ഇൻഡെക്സ്, 5ാമത്തെ ഇൻഡെക്സ്, 3 മുതൽ 5 വരെയുള്ള മുഴുവൻ ഭാഗവും അത് കട്ട് ചെയ്തെടുത്തു. 6ാമത്തത് എടുക്കുന്നില്ല. ഓക്കെ, വീണ്ടും നമ്മൾ 6 എന്നുള്ളതിന് പകരം 9 എന്ന് കൊടുത്തു. അപ്പോൾ SECA അല്ലേ, 3 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ അത് ക്യാച്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തുള്ള ഈ ഭാഗം മാറ്റി :-3 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവസാനത്തെ 3 ഇൻഡെക്സുകളിലുള്ള ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളത് മാത്രം നമുക്ക് തന്നു. ഓക്കെ, ഇനി വേറെ രൂപത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് -3 എന്നിട്ടു. അപ്പോൾ NCE എന്ന് കിട്ടും. അതിനർത്ഥം നമ്മുടെ സ്ട്രിങ്ങിൻ്റെ പിറകിൽ നിന്നും, ഏറ്റവും ബാക്ക് സൈഡിൽ നിന്നും 3 ഭാഗങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെടുത്തു. ഓക്കെ,
ഇനി -3 എന്നുള്ളതിന് പകരം :3 എന്നുള്ളത് മാത്രം ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ദി എന്ന് തുടക്കത്തിലുള്ള ആദ്യത്തെ 3 ഇൻഡെക്സുകളിലുള്ള ലെറ്റേഴ്സുകൾ മാത്രം നമുക്ക് പുറത്തെടുത്ത് തന്നു. ഓക്കെ, ഇനി നമ്മൾ ലെറ്റേഴ്സ് ഒന്നുമില്ലാതെ മാത്രം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. അപ്പോൾ ആ ഫുൾ സെൻറ്റൻസ് അതേപോലെ തന്നെ, ഫുൾ സ്ട്രിങ് അതേപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തന്നു. ഇനി വേറെ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 0 ഇൻഡെക്സ് മുതൽ 10 ഇൻഡെക്സ് വരെ പോകണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു കോളനിട്ട് വീണ്ടും 2 എന്നുള്ളത് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമുക്ക് റിസൾട്ട് തരിക? എൻ്റർ ചെയ്ത് നോക്കാം. അതെന്താണ് സംഭവിച്ചത്? 0 മുതൽ 10 ഇൻഡെക്സ് വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഇതിങ്ങനെ പോകും. പക്ഷെ പോകുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. ഒരു 2 കൂടെ നമ്മൾ അതിന് ശേഷം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ T കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെറ്റർ എടുക്കില്ല, തൊട്ടടുത്ത ലെറ്ററാണ് എടുക്കുക. അതെന്താണ്? I ആണ്. അത് കഴിഞ്ഞ് S എടുക്കില്ല, തൊട്ടടുത്ത ലെറ്റർ എടുക്കും. അത് സ്പേസ് ആണ്. അപ്പോൾ ഒരു സ്പേസ് വരും. വീണ്ടും അടുത്ത ലെറ്റർ എടുക്കില്ല, രണ്ടാമത്തെ ലെറ്റർ വരും, S വരും. വീണ്ടും സ്പേസ് പോകും, A വരും. അങ്ങനെ 10 വരെയുള്ള ഇൻഡെക്സ് ആണത് റൺ ചെയ്തത്. അതുവരെയുള്ള ഇൻഡെക്സിലാണ് ഈ ഒരു മെത്തഡോളജി ഉപയോഗിച്ചത് റൺ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഇനി നമ്മൾ വീണ്ടും അതിന് വേറെ രൂപത്തിൽ ചുരുക്കി എഴുതാൻ പറ്റും. ചുരുക്കി എഴുത്തല്ല, മറ്റൊരു മെത്തേഡാണ്. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ TSSNN എന്ന് വന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പുതിയൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് 1 മുതൽ 10 വരെയുള്ളത് നമ്പേഴ്സ് കൊടുത്തു. എന്നിട്ട് 2:3 എന്ന് ഞാൻ കൊടുത്തു. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 4, 7, 10 എന്നുള്ളതാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1 കഴിഞ്ഞാൽ പിന്നെ 3 എണ്ണം അപ്പുറത്തുള്ളതാണ് അടുത്ത ആളെ പിക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 3 എന്ന രൂപത്തിൽ ഒരു ലിസ്റ്റിൽ നിന്നും അംഗങ്ങളെ, എലമെൻറ്റുകളെ പിക്ക് ചെയ്യാനാണ് ഈ രൂപത്തിലുള്ള സിൻടാക്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. 2:-2 കൊടുത്തു. അപ്പോൾ പുറകു ഭാഗത്ത് നിന്ന് ഫസ്റ്റിലേക്ക് 2 ഇൻഡെക്സുകളെ ആൾട്ടർനേറ്റീവ് ആയിക്കൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പിക്ക് ചെയ്ത് തന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി മെത്തേഡുകൾ സ്ട്രിങ്ങുകളുമായി ബന്ധപ്പെട്ടും ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുപക്ഷെ കാണാതെ പഠിച്ചു വെക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ വളരെ കുറഞ്ഞ ഫംഗ്ഷനുകളെ മിക്കപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകൾ ഉപയോഗപ്പെടുത്തുള്ളൂ. ചില പ്രത്യേക പ്രോഗ്രാമുകളിലേക്ക് വളരെ അപൂർവമായിട്ടൊക്കെ ചിലത് നമ്മൾ ഉപയോഗപ്പെടുത്തിയേക്കാം. നമ്മൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ട് ഇത് കാണാതെ നമ്മൾ ബൈഹാർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ആവശ്യം വരുമ്പോൾ പൈത്തണിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, പൈത്തണിൻ്റെ വെബ്സൈറ്റിൽ പോവുക, അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പുതിയൊരു സംഗതി, ഇപ്പോൾ നെയിം = ബറാക് ഒബാമ എന്നൊരു സ്ട്രിങ് ഞാൻ ഡിഫൈൻ ചെയ്തു. ഇതിൽ ഒരു അക്ഷരമുണ്ടോ എന്നുള്ളത് എനിക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ O എന്ന് പറയുന്ന ക്യാപിറ്റൽ O എന്നുള്ളത് നെയിമിൽ ഉണ്ടോ, നെയിം എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? O in നെയിം എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ട്രൂ. അപ്പോൾ അതൊരു ബൂളിയൻ റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ബൂളിയൻ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ആ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ 0, 1, ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ട്രൂ എന്ന് പറഞ്ഞതിനർത്ഥം നെയിം എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ O എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ E എന്ന് കൊടുത്തു. E എന്നുള്ളത് നെയിമിലുണ്ടോ? ഫാൾസ്, ഇല്ല. ബറാക് ഒബാമ എന്നുള്ള പേരിൽ E ഇല്ല എന്നുള്ളതാണ് ആ പറയും. ഓക്കെ, ഇനി AR ഒരൊറ്റ അക്ഷരം മാത്രമല്ല, നമുക്ക് 2 അക്ഷരങ്ങളോ 3 അക്ഷരങ്ങളോ ഒക്കെ ചെക്ക് ചെയ്യാം. AR ഇൻ നെയിം, യെസ്, ട്രൂ. ഇനി നമ്മൾ അത് കുറേ കൂടെ വലിയൊരു സ്ട്രിങ് ആയിട്ട് മാറ്റാം. സ്ട്രിങ് നമ്മൾ മാറ്റി പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ അതിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് ട്രൂ. ഓക്കെ, അപ്പോൾ അതുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ത്യ, പാകിസ്ഥാൻ. അപ്പോൾ ഇതിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ ഇൻ ലിസ്റ്റ് ബി, ട്രൂ. അപ്പോൾ ആ ലിസ്റ്റ് ബി എന്ന് പറയുന്ന ലിസ്റ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് തരുന്ന ഉത്തരം. ഓക്കെ, നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. ആ ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജിമെയിലും മറ്റു സൈറ്റുകളിലൊക്കെ പോകുമ്പോൾ ലോഗിൻ ചെയ്യുമല്ലോ, നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു എൻട്രി ആക്സസ് കിട്ടുള്ളൂ അല്ലേ? അതേ രൂപത്തിൽ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം യൂസറോട് ചോദിക്കുന്നത് താങ്കളുടെ യൂസർ നെയിം എന്താണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇൻപുട്ട് എന്നിട്ട് എന്ത് ചോദിക്കും? യൂസർ നെയിം. അതാദ്യം ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പാസ്വേഡ് ചോദിക്കണം. ഇൻപുട്ട് പാസ്വേഡ്, റൈറ്റ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ 2 കമാൻഡുകൾ നമ്മൾ 1 by 1 ആയിട്ട് ആദ്യം യൂസറോട് ചോദിക്കും, അല്ലേ? യൂസർ നെയിം എന്താണ്? അപ്പോൾ യൂസർ ഒരു യൂസർ നെയിം അടിക്കും. അത് കഴിഞ്ഞ് പാസ്വേഡ് എന്താണ്? ഒരു പാസ്വേഡ് യൂസർ അടിക്കും. അത് രണ്ടും നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നേരത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ഈ രൂപത്തിൽ ഒരു യൂസർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത യൂസേഴ്സിൻ്റെ ക്രെഡൻഷ്യൽസ് ആവശ്യമാണ്, അല്ലേ? അവരുടെയൊക്കെ യൂസർ നെയിമും പാസ്വേഡിൻ്റെയും ഒരു ഡാറ്റാബേസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാം. ആ ഡാറ്റാബേസ് എന്താണ്? ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഒരുപാട് ലിസ്റ്റുകളുണ്ട്. ഓക്കെ, കാരണം ഒരുപാട് യൂസേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു ലിസ്റ്റ് അപ്പുവിൻ്റെ പാസ്വേഡ് 1 2 3 4 എന്നുള്ളതാണ്. മറ്റൊരു യൂസറുടെ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് ഉണ്ണി, ഒരു പാസ്വേഡ് 4 5 6 7 എന്നാണ്. ഇനി മറ്റൊരു ലിസ്റ്റ് കൂടെ നമുക്ക് കൊടുക്കാം, ബാബു. അതുപോലെ തന്നെ ബാബുവിൻ്റെ പാസ്വേഡ് എന്താണ്? 4 7 8 9 4. ഈ രൂപത്തിൽ നമ്മൾ 3 ആളുകളുടെ ഡാറ്റ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ യൂസർ തരുന്ന യൂസർ നെയിമും പാസ്വേഡും നമുക്ക് കിട്ടുമല്ലോ. സ്വാഭാവികമായിട്ടും മുകളിലുള്ള 2 ലൈനിലൂടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കിട്ടുന്നുണ്ട്. അത് രണ്ടും നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈഫ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും നമുക്ക് കാണാൻ പറ്റും. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഈഫ് കണ്ടീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. ഏതായാലും നമ്മളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയണം. ഈഫ് വെച്ചിട്ട് നമുക്ക് ഒരു സംഗതി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എന്നുള്ളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് യൂസർ അടിച്ച് തന്നിട്ടുള്ള യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ, നമ്മൾക്ക് യൂസർ തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും നമ്മളൊരു ലിസ്റ്റ് ആക്കിയിട്ട് മാറ്റി. ഒരു ലിസ്റ്റിനകത്ത് എഴുതുമ്പോൾ അതൊരു ലിസ്റ്റാണല്ലോ. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് യൂസർ നെയിമും പാസ്വേഡുള്ള ലിസ്റ്റ് ഈ ഡാറ്റാബേസിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇൻ ഡാറ്റാബേസ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോളൻ ഇടും. ഓക്കെ, ഈഫ് കഴിഞ്ഞിട്ട് അവസാനം ഒരു കോളൻ ഇടും. എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കും. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് കൊടുക്കുകയാണ്. എന്താണ് പ്രിൻ്റ്? ആക്സസ് ഗ്രാൻറ്റഡ്. അതായത് അതിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം ആക്സസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ യൂസർ നെയിം എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞു, യാതൊരു റിപ്ലൈ ഇല്ല, അല്ലേ? ഞാൻ വീണ്ടും അത് റൺ ചെയ്യുകയാണ്. ഇപ്രാവശ്യം ഞാൻ കറക്റ്റായിട്ട് യൂസർ നെയിം എന്നുള്ളിടത്ത് അപ്പു എന്ന് ഞാൻ അടിച്ചു, പാസ്വേഡ് എന്നുള്ളിടത്ത് 1 2 3 4 എന്നും അടിച്ചു. ആക്സസ് ഗ്രാൻറ്റഡ്. ഓക്കെ, ഇനി അതിലുള്ള ഏത് യൂസറെ വെച്ച് അടിച്ചാലും അത് കറക്റ്റായിരിക്കും. യൂസർ നെയിമോ പാസ്വേഡോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ലഭിച്ചതായിട്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നതല്ല. സോ ഇതാണ് നമ്മുടെ കുഞ്ഞു പ്രോഗ്രാം. സോ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.